ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ അവലോസ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ രാവിലെ നടക്കാൻ പോയപ്പോൾ ഇന്ന് നല്ല മൂടി കെട്ടിയ ഒരു ക്ലൗഡി മോർണിംഗ് ആയിരുന്നു. അപ്പം സൂര്യനെ ഒന്നും കണ്ടില്ല. പിന്നെ വന്നിട്ട് ഞാൻ ഉപ്പുമാവും കടലയ്ക്ക കറിയായിരുന്നു. പിന്നെ മോന് കൊണ്ടുപോകാനായിട്ട് പനീർ റോൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ സാലഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കടല വേവിച്ചതും പിന്നെ ഉള്ളി, ടൊമാറ്റോ, ഒരു കുക്കുംബർ, പിന്നെ ഒരു മാങ്ങ കുറച്ചരിഞ്ഞത്, പിന്നെ ഒരു ലെറ്റിസ്, എൻ്റെ 2 ഇല, അതെല്ലാം കൂടി ഇട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് സീഡ്സും കൂടി ഇട്ടു. പിന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ആപ്പിൾ സൈഡർ വിനീഗറും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അങ്ങ് എടുത്തു. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാലഡാണ്. അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എണീറ്റു. അപ്പോൾ ലഞ്ചിന് കോവയ്ക്കായും പയറും കൂടെ മെഴുക്ക് വരട്ടി. അപ്പോൾ കോവയ്ക്കായും പയറും എനിക്ക് എൻ്റെ ടെറസ് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് മെഴുക്ക് വരട്ടി വെച്ചു. പിന്നെ ആണെങ്കിൽ ഇപ്പം ഇവിടെ ഷുഗർ ബേബി മാംഗോ, ഈ കുഞ്ഞ് നാട്ടുമാങ്ങ, അത് കിട്ടിയായിരുന്നു. ഇപ്പോഴാണ് അത് വന്നതെന്ന് തോന്നുന്നത്, ഞാനിപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി മാങ്ങ കറി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഉള്ള മാങ്ങ കറി ഉണ്ടാക്കാൻ എനിക്ക് മടി വന്നു. അപ്പോൾ അത് ഞാൻ ഓർത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ജോലി ചെയ്ത ഒരു കൂർഗി ഗേള, അപ്പം അവൾ പറഞ്ഞ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഒരു പ്രാവശ്യം ലഞ്ചിന് കൊണ്ടുവന്നപ്പം ഞാൻ കഴിച്ചിട്ട് അതുവരെ അങ്ങനത്തെ മാങ്ങാക്കറി കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ പക്ഷേ മാങ്ങ ഇങ്ങനെ നല്ലതായിട്ട് സ്ലൈസ് ചെയ്തിട്ടായിരുന്നു ഇട്ടത്. അപ്പോൾ ഞാനിപ്പം മുഴുവനെ അങ്ങ് ഇട്ടു. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവായും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടു. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. പിന്നെ ഒരു നല്ല വലിയ സവാള അരിഞ്ഞത്, അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് പിന്നെ ഒരുവിധം ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന്, ഇച്ചിരി നല്ല എരിയുള്ളതാണ് നല്ലത്. അപ്പോൾ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ ഒന്നും ആകണ്ട. പിന്നെ ഈ സവാളയ്ക്ക് പകരം ചുമന്നുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പൊളിക്കാനൊക്കെയുള്ള ടൈമില്ലായിരുന്നു, അന്നേരം ഇങ്ങനെ അങ്ങ് വഴറ്റി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങയുടെ എല്ലാ വശമൊക്കെ ഒന്ന് നന്നായിട്ട് മുളകൊക്കെ പിടിക്കുന്ന പോലെ. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. ഞാനിത് ഉപ്പ് വെള്ളമാണ്, ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ വെള്ളമാണ്. ഞാനിത് ഉപ്പ് വെള്ളമാണ് കലക്കി വെച്ചേക്കുന്നത്. നോൺ അയഡൈസ്ഡ് സോൾട്ട് കലക്കി വെച്ചേക്കുക. അപ്പം ഇത് ഞാൻ വാങ്ങിക്കുന്നത് ഫോർ പ്രിസർവേറ്റീവ് എന്ന് ലേബൽ ചെയ്തേക്കുന്ന ഉപ്പ്. എന്നിട്ട് പിന്നെ അത് ഒന്ന് നന്നായിട്ട് കലക്കി തിളപ്പിച്ച് ഇട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ മാങ്ങ ഇങ്ങനെ ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പം മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കോരി മാറ്റുക. ഇനി മുട്ടയും കൂടെ പൊരിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്.
ഉപ്പ് നോക്കിയിട്ട് എനിക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. അങ്ങനെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി മാങ്ങാക്കറി കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ നല്ല എളുപ്പമാണ് നമുക്ക് ഈ തേങ്ങ അരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ട. തേങ്ങ അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് മസാലപ്പൊടിയൊക്കെ ഇട്ടങ്ങ് ഇളക്കിയെടുത്താൽ. പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പക്ഷേ ഞാൻ ശർക്കര ചേർത്തില്ല. എന്താ വെച്ചാൽ മാങ്ങയ്ക്ക് തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ശർക്കര ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ശർക്കര ചേർക്കാം. ഇനി അങ്ങനെ മുട്ടയും കൂടെ പൊരിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ലൈക്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിന് റീച്ച് കിട്ടത്തുള്ളൂ. കൂടുതൽ ആൾക്കാരൊക്കെ അങ്ങ് മറന്നു പോകും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിച്ചതാ. അപ്പം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാൻ മുട്ട എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഒഴിച്ചു. ചില സമയത്ത് ഇത് മറിക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടിയൊക്കെ പോവും. ഇന്ന് ഏതായാലും ഭാഗ്യത്തിന് കറക്റ്റായിട്ട് അങ്ങ് മറിഞ്ഞു. അല്ലെ പിന്നെ ചില സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് കമത്തിയിട്ട് തിരിച്ചിടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നല്ലതായിട്ട് പൊട്ടാതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് വിളമ്പാനുള്ള സമയമായി. അങ്ങനെ നല്ല മട്ടയരിയുടെ ചോറും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറിയും പിന്നെ കോവയ്ക്കായും പയറും കൂടെ ഉള്ള മെഴുക്കുവരട്ടി, മുട്ട പൊരിച്ചതും. പിന്നെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഇവിടെ തൈര് എല്ലാവർക്കും വേണം, അപ്പോൾ തൈര് തന്നെ വെച്ചേ. പിന്നെ ഈ കോവയ്ക്കായും പയറും കൂടെ മിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടിയിൽ നിന്ന് കിട്ടിയ പയർ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതെന്തോ ഇതിന് ഉപയോഗിക്കും. കുറച്ച് സാമ്പാറിനിട്ടു, പിന്നെ ബാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കോവയ്ക്കായും പയറും കൂടെ മിക്സ് ചെയ്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചിലർക്ക് അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഊണ് റെഡിയായി. അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പം എന്താണ് സ്നാക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ആകെ ഔലോസ് പൊടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എനിക്കൊന്ന് 1-2 മാസമായി ഔലോസ് പൊടി ഉണ്ടാക്കി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു മാവുണ്ടയും കൂടെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാമെന്ന്. പക്ഷെ മാവുണ്ട ഉണ്ടാക്കി, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ബാക്കി ഉണ്ടായിരുന്ന ആ ഔലോസ് പൊടി ശർക്കര പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് പഴവും കൂടെ ചേർത്ത് അവന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഔലോസ് പൊടി ഉണ്ടാക്കി വെക്കും. നല്ല ഈസി അല്ലേ, എളുപ്പം ഉണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതുകൊണ്ട് ആകെ കുറച്ച് സമയമൊന്നും ഇളക്കുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 4 മണിക്കത്തേക്ക് ഔലോസ് പൊടിയും പഴവും കൂടെ ഇളക്കി കൊടുത്തു. ഇങ്ങനെ ഇളക്കി കൊടുത്താലേ കഴിക്കത്തുള്ളൂ, അല്ലാതെ പൊടിയും പഴവുമായിട്ടൊക്കെ കൊടുത്താൽ അങ്ങനെ ഇളക്കി അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനിയും പിന്നെ ഞാൻ ഔലോസ് പൊടി ഉണ്ടാക്കിയ ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കിലോ അരി പൊടിപ്പിച്ചെടുത്തു. നമ്മുടെ ഉണക്കലരിയില്ലേ, ഉണക്കലരി, ചുവന്ന കളറിലെ പച്ചരി, അതാ പൊടിപ്പിച്ചത്. അപ്പോൾ പൊടിപ്പിക്കുമ്പം പുട്ടിൻ്റെ പരുവത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഫൈനായിരിക്കണം. അതേസമയം ഇടിയപ്പത്തിൻ്റെ അത്രയും ഫൈനാവുകയും വേണ്ട. അപ്പോൾ ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തു. അപ്പോൾ 2 കിലോ അരിക്ക് 4 തേങ്ങയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 2 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ള് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം.
ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തത്. എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം. അപ്പോൾ ഈ തേങ്ങയും അരിപ്പൊടി എല്ലാ ഭാഗത്തും തേങ്ങയും ജീരകമൊക്കെ എല്ലാ ഭാഗത്തും ചെല്ലത്തക്കോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്ന പോലെ അത്രയും നനയേണ്ട, എന്നാലും ഒരുവിധം ഇച്ചിരി അത്ര ഡ്രൈ ആയിട്ടിരിക്കരുത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് ഫോം ആവുന്ന പരുവത്തിൽ ഒന്ന് ഞെരടി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ഞെരടി കഴിഞ്ഞിട്ടേ. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനിയിപ്പം നമുക്കിത് തിരിച്ച് പിന്നെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി നല്ല പൊടി പോലെ ആക്കിയിട്ട് പിന്നെ നമുക്കിത് വറക്കണം. ആകെ ഇതിനകത്ത് കുറച്ച് സമയം വറക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കുറച്ച് കൂടുതൽ സമയം, എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തെന്ന് തോന്നുന്നു എനിക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണം. ആദ്യം പ്രത്യേകിച്ച് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഉരുളിയുടെ അടിയിൽ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നല്ല ക്രിസ്പി. അപ്പോൾ നമ്മളൊന്ന് വായിലിട്ട് നോക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കരമുറാന്ന് കടിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവലോസ് പൊടി റെഡിയായി. മാവുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ റിയാൻസ ബേക്സ് എന്ന് പറഞ്ഞ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇതിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് അവലോസ് പൊടി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് നന്നായിട്ട് തണുത്തിട്ട് എടുത്ത് വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.